മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മി കാണാനായിട്ട് മോഹിനിയമ്മ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഒരുങ്ങി ഇറങ്ങുന്ന സമയത്താണ് മുത്തശ്ശിയും പ്രതാപനും അങ്ങോട്ടേക്ക് ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോൾ മോഹിനിയുടെ മുഖത്ത് ഒരു തെളിച്ചവും ഇല്ലെന്ന് മാത്രമല്ല ഭയങ്കര ദേഷ്യവും. ഇതിനുള്ള കാര്യം എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. പിറന്നാൾ പാർട്ടിക്കിടെ മഹാലക്ഷ്മി കൊല്ലാനൊക്കെ ശ്രമിച്ചു. അതിനുള്ള കൂലി പ്രതാപന് കണ്ണൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. അതിനുശേഷം പ്രതാപൻ ഒരു ശല്യത്തിനും പോയിട്ടുമില്ല. ഇപ്പം എന്താ ഇത്രയും വലിയ ദേഷ്യത്തിൻ്റെ കാരണമെന്ന് ഇങ്ങനെ ആലോചിച്ച് അപ്പം മുത്തശ്ശി പറഞ്ഞു, വാ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് ചെല്ലാം. അപ്പം മോഹിനിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. മുഖം കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പം മോഹിനിയമ്മയോട് പ്രതാപൻ ചോദിക്കുന്നത്, നിൻ്റെ മുഖം എന്താ ഇങ്ങനെ കടുത്തിരിക്കുന്നത്? ആ സമയത്ത് അത് കേട്ടുകൊണ്ട് അകത്തുനിന്ന് നമ്മുടെ കരുണമോളാണെങ്കിൽ ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് കരുണമോളുടെ കവളിൽ മോഹിനിയമ്മയുടെ 4 വിരലും പതിഞ്ഞിട്ടുണ്ട്. അപ്പം മുഖത്തെ പാട് കണ്ടിട്ട് പ്രതാപൻ അതിശയിച്ച് ചോദിക്കുന്നു, മോളുടെ കവളിൽ എന്താ ഈ പാട്? മോളെ ആ ഉണ്ണിയോ ദുർഗയെങ്ങാനും തല്ലിയോ? എന്നെ അവരാരും തല്ലിയില്ല അച്ഛാ. പിന്നെ ആരാ തല്ലിയത്? പറ മോളെ ആരാ? അപ്പം മുത്തശ്ശി ചോദിക്കുന്നു, സത്യം പറ മോളെ ആരാ നിന്നെ തല്ലിയത്? അവരാരാണെങ്കിലും അച്ഛൻ പോയി ചോദിക്കും, അല്ലെങ്കിൽ ഈ മുത്തശ്ശി ചോദിക്കും എന്നൊക്കെ പറയുമ്പം മോഹിനിയാണെന്ന് പറയുന്നു. മോഹിനി, നീ എന്തിനാ എൻ്റെ കുഞ്ഞിനെ തല്ലി ചതച്ചെന്ന് മുത്തശ്ശി ചോദിക്കുന്ന സമയത്ത് അവൾ തന്നെ കാര്യം പറഞ്ഞു തരും. ഇനി നിങ്ങളും കൂടി അറിഞ്ഞിട്ടാണോ എന്നാ എനിക്ക് സംശയം. നിങ്ങൾ രണ്ടാളും കൂടി പിറന്നാൾ ദിവസം എൻ്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ നോക്കി. അതുപോലെ മോളെ പറഞ്ഞ് ചട്ടം കെട്ടിച്ച് മോളെയും കൊണ്ട് ചെയ്യിച്ചതാണോ എൻ്റെ കുഞ്ഞിനോട് ഈ ക്രൂരത എന്ന് ചോദിക്കുമ്പോൾ, നീ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്ന് പറയുമ്പം എൻ്റെ മുമ്പിൽ നാടകമൊന്നും വേണ്ടെന്ന് പറഞ്ഞ് മോഹിനിയമ്മയാണെങ്കിൽ ദേഷ്യത്തോടെ പോകുന്നു. അന്നേരം പ്രതാപൻ കരുണയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ അവൾ പറഞ്ഞിട്ട് പോകുന്നത്? എപ്പോഴും ക്ഷേത്രവും പൂജയായിട്ട് നടന്നിപ്പോൾ അവൾക്ക് ഭ്രാന്തായോ എന്ന് ചോദിക്കുമ്പം, ഭ്രാന്ത അവർക്കല്ല ആയത്, ഇപ്പം എനിക്കാ. ഞാൻ അവളെ, ആ മഹാലക്ഷ്മിയെ സ്റ്റെപ്പിൻ്റെ മേലിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. എന്താ മോളെ നീ പറയുന്നത്? അവൾ താഴെ തള്ളിയിട്ടെന്നോ? അവൾക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ചോ? ജീവനോടെ ഉണ്ടോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്ന സമയത്ത് എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല. അമ്മയോട് ചോദിച്ചിട്ട് അമ്മയൊന്നും പറഞ്ഞുമില്ല. അതിൻ്റെ ദേഷ്യത്തിനാണ് അമ്മ എന്നെ തല്ലിയത്. ഇപ്പം മോളുടെ സുഖവിവരം അറിയാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഓടി പോകുക. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മോളെ, ശരിക്കും എന്താ സംഭവിച്ചതെന്ന് പ്രതാപൻ ചോദിക്കുന്ന സമയത്ത് കരുണ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. നിരന്തരമായിട്ട് അവളുടെ ആജ്ഞ കേട്ട് സഹി കേട്ടിട്ടാണ് ഞാൻ അവളെ പിടിച്ച് തള്ളിയത്. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാളും ഭേദം ജയിലിൽ പോയി കിടക്കുന്നതെന്ന് പറയുമ്പോൾ, എന്നാലും മോളെ ഞങ്ങളോട് ചോദിക്കാതെ ഇങ്ങനെയുള്ള അവിവേകമൊന്നും കാണിക്കണ്ടായിരുന്നു. മുത്തശ്ശിക്കും അച്ഛനും പ്രായമായി. ഞങ്ങളിനി ജയിലിലോ സ്റ്റേഷനിലോ ഒക്കെ പോയി കിടന്നെന്ന് വെച്ച് പ്രത്യേകിച്ച് ഒന്നും വരാനില്ല. മോളുടെ കാര്യം അതേ കണക്കാണോ? മോള് ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി നിന്നെ അന്വേഷിച്ച് പോലീസാണോ മാർക്കോയാണോ വരുന്നതെന്ന എൻ്റെ പേടിയെന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല. വരുന്നതെന്തും ഞാൻ സഹിക്കാൻ തയ്യാറുമാണ്. എൻ്റെ വേലക്കാരിയായി ഇവിടെ നിന്നവളുടെ വായിരിക്കുന്ന എല്ലാം ഞാൻ കേട്ടു, അച്ഛൻ കാരണം. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് കരുണയാണെങ്കിൽ കലിയോടെ അകത്തേക്ക് പോകുന്നു. അപ്പോൾ ഹോസ്പിറ്റലിലെത്തുന്ന മോഹിനിയമ്മയാണെങ്കിൽ സങ്കടത്തോടെ കണ്ണനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മോൾക്കും കുഞ്ഞിനും ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ, ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. അന്നേരം കണ്ണൻ പറയുന്നു, ഒന്നും പറയാറായിട്ടില്ല, മിക്കവാറും മാസം തികയാതെ ഡെലിവറി നടക്കാനുള്ള സാധ്യതയുണ്ട്. സിസേറിയനിലൂടെ കുഞ്ഞിനെ പുറത്തെടുക്കണമെന്നൊക്കെയാണ് ഡോക്ടർ പറയുന്നത്. കുഞ്ഞിനും അമ്മയ്ക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ, ഒന്നുമില്ലെന്നാണ് പറയുന്നത്. ഇനി എന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും മോൻ വിഷമിക്കണ്ട, അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരു ആപത്തും സംഭവിക്കില്ല. ഞാൻ ഈശ്വരന്മാരോടെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നു. അതിനിടയ്ക്ക് നമ്മുടെ തോമസ് വൈദ്യരും അതുപോലെ തന്നെ എലിസബത്ത് ഡോക്ടറും മഹാലക്ഷ്മിക്ക് കുഞ്ഞിനും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും വഴിപാടും ഒക്കെ നേരുന്നുണ്ടായിരുന്നു പള്ളിയിൽ. മാത്രമല്ല മഹാലക്ഷ്മിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് സാധാരണ ഒരു കുഞ്ഞല്ല. ഉഗ്രവിഷമുള്ള മരുന്നകത്ത് ചെന്നിട്ടും മഹിക്കും കുഞ്ഞിന് യാതൊരു ആപത്തും സംഭവിക്കാഞ്ഞത് ഞാൻ അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത് എന്നൊക്കെ തോമസ് സാറ് പറയുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് എലിസബത്ത് ഡോക്ടറും ആശംസിക്കുന്നുണ്ടായിരുന്നു. എന്നാലും കണ്ണൻ കാണിച്ചതൊരു വല്ലാത്ത മണ്ടത്തരമാണ്. സഹോദരിയെ നന്നാക്കാൻ പോയിട്ട് ഇപ്പോൾ ആർക്കാണ് നഷ്ടം ഉണ്ടായത്? ഇങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല. റിസ്ക് കൂടിയ സ്ഥലമാണെന്ന് അറിഞ്ഞിട്ടും മഹാലക്ഷ്മി എന്തിന് ഈ അവസ്ഥയിൽ നിറമാസം ആയിരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി? കണ്ണൻ്റെ ഭാഗത്ത് നല്ല തെറ്റുണ്ടെന്നാണ് എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ വാമദേവന് കുരുക്ക് മുറുകുന്നുണ്ട്. അതായത് മാനസിക നില തെറ്റിയ നമ്മുടെ പ്രതാപനെ ചികിത്സിച്ച ഡോക്ടർ കണ്ണനെ കണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നു. മറ്റൊന്നുമല്ല, പ്രതാപൻ ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സിനോടും കാണാൻ വരുന്നവരോടും അതുപോലെ വഴിയിൽ പോകുന്നവരുടെയും കാക്കയുടെയും പൂച്ചയുടെയും മൊത്തം പറഞ്ഞുകൊണ്ട് നടന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ.
കണ്ണൻ്റെ അച്ഛനെ വിശ്വനാഥനെ കൊന്നത് ഞാനാണെന്നും എനിക്ക് കൊട്ടേഷൻ തന്നത് വാമദേവനാണെന്നുള്ള കാര്യം, ആ ഒരു സത്യം കണ്ണനെ പരിചയമുള്ള ഡോക്ടർ കണ്ണനോട് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും കേട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മാവന് എന്തൊക്കെയോ ഇതിൽ പങ്കുണ്ടെന്ന് പണ്ടേ സംശയം തോന്നിയിരുന്നു. പണത്തിനും സ്വത്തിനും വേണ്ടിയിട്ട് ഇപ്പം തൻ്റെ ഭാര്യയോട് പോലും സത്യങ്ങൾ കണ്ണനോട് പറയണ്ട എന്നുണ്ടെങ്കിൽ 60 ലക്ഷം 20 ലക്ഷം 10 ലക്ഷം എന്നും പറഞ്ഞുകൊണ്ട് ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് തന്നെ ആനന്ദവും മാർക്കോയും കണ്ണനും ഇടപെട്ട് അതെന്തായാലും കുളമാക്കിയത്. അതുപോലെ സ്വത്തിന് വേണ്ടിയിട്ട് തൻ്റെ അച്ഛനെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ചതാണോ എന്നുള്ള ഡൗട്ട് ഇപ്പോൾ ആ ഡോക്ടർ പറഞ്ഞപ്പോഴത്തേക്കും ഉറപ്പ് വരുന്നുണ്ട്. ആ സമയത്ത് ഏക സത്യങ്ങൾ അറിയാവുന്ന 2 വ്യക്തികളെന്ന് പറയുന്നത് മോഹിനിയമ്മയും മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മിക്ക് ഇപ്പോൾ തീരെ വയ്യാണ്ട് ഇടയ്ക്കിടയ്ക്ക് ബോധം വരുന്ന രൂപത്തിൽ ICUയിൽ കിടക്കുവാണ്. പിന്നെ ഉള്ളത് മോഹിനിയമ്മയാണ്. അപ്പോൾ മോഹിനിയമ്മയോട് കണ്ണൻ വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായി എന്നോട് തുറന്നു പറയണം. എൻ്റെ അച്ഛനെ കൊന്നതിൻ്റെ പിന്നിൽ വാമദേവൻ അമ്മാവന് എന്തെങ്കിലും പങ്കുണ്ടോ? അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല മോനെ. പിന്നെ മോളുടെ രണ്ടാനച്ഛൻ മാനസിക നില തെറ്റിയ സമയത്ത് വിളിച്ചു പറയുന്നത് ഒരിക്കൽ ഞാൻ കേട്ടിരുന്നു, കണ്ണൻ്റെ അച്ഛനെ കൊന്നത് ഞാനാണെന്നും അതിനുള്ള പണം തന്നത് വാമദേവനാണെന്ന്. ആ ഞെട്ടിക്കുന്ന സത്യം കേട്ട് ആകെ വിറച്ചു നിൽക്കുവാണ്. കലിയോടെ കണ്ണൻ കാത്തിരിക്കും.